സുമതി വളവ് നമ്മളിപ്പോൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പം വണ്ടികൾ നിൽക്കുന്നു, അവിടെ ചെല്ലുമ്പോൾ വെള്ള സാരി എടുത്തുള്ള രൂപം കാണുന്നു. എന്നാലും ഒരു പേടിപ്പെടുത്തുന്ന ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ കേട്ടല്ലോ ഒരു അല്ല, എക്സ്പീരിയൻസ് ഞങ്ങൾ പോയ ദിവസം അങ്ങനെയല്ല, അവിടെ രൂപത്തെ കണ്ട് പേടിച്ചൊന്നുമല്ല. ആദ്യം പോകുമ്പം ഞങ്ങൾ മാത്രം. അന്ന് എൻ്റെ ഒപ്പം മണിയമ്പിളരാജുണ്ട്, മകൻ നിരഞ്ജനുണ്ട്, ഞാനുണ്ട്, അർജുനുണ്ട്, അപർണയുണ്ട്, അപർണദാസ് ആനശ്രീ ബാലയുടെ സമയത്താണ് തോന്നുന്നു, പിന്നെ വിഷ്ണു ഉണ്ട്. ഞങ്ങൾ അപ്പം അന്ന് അവിടെ ചെല്ലുമ്പം മഴയാണ്, ആ രഞ്ജനുണ്ട്, നല്ല മഴയാണ്. അപ്പോൾ ആ മഴ സമയത്ത് അവിടെ ചെന്നപ്പം ഞങ്ങൾ അതിന് മുന്നേ ചായ കുടിക്കാൻ കയറുമ്പോൾ അവിടെ നിന്ന് ഒരു കഥ കേട്ടു. ഈ സമയത്തൊന്നും അതുവഴി പോകലെന്നൊരു കഥ കേട്ടു. ഭയങ്കര ഒരു പി ആർ ഒ പണി ചായക്കടയിൽ ചേട്ടൻ തന്നു. സുമതിയുടെ പി ആർ ആയിട്ട് പുള്ളി കുറേ കാര്യങ്ങൾ വന്നു. അതെ അതെ, നാശത്തിലേക്കാണ് നിങ്ങൾ നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ വളവിൽ ചെന്ന സമയത്ത് ഈ വളവിൽ ആ മഴ ഒന്ന് കുറഞ്ഞ സമയത്ത് ചെറിയ മിസ്റ്റ് പോലൊക്കെ വന്ന്, അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയ സമയത്ത് എല്ലാവർക്കും ആവേശമായിരുന്നു. നമുക്ക് രഞ്ജൻ നല്ല സൗണ്ടിൽ പാട്ട് പാടുന്നു. എന്താണെന്ന് വെച്ചാൽ പാട്ട് പാടിയാൽ ആരെങ്കിലും ഒക്കെ ഓടി വരുള്ളൂ എന്നൊക്കെ പറയും. ഇവരിങ്ങനെ അപ്പോൾ ആ മൊമെന്റിൽ അവിടെ വെച്ചിട്ട് നമുക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. ആദ്യമായിട്ട് അവിടെ ചെല്ലുകയാണ്, എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവിടെ സുമതിയെ കണ്ടതൊന്നുമില്ല. ഞാൻ സത്യം അവിടെ ചെന്നിട്ട് മറ്റേ ഇതായിരുന്നു, അനുവാദം വാങ്ങിക്കുന്ന പോലെ ഞാൻ അതെ ചേച്ചിയുടെ പടം ചെയ്യാൻ പോവാം, സപ്പോർട്ടൊക്കെ ചെയ്തേക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്.